ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ സ്ത്രീകളെ ഒരു യൂസ് ആൻഡ് ത്രോ അല്ലെങ്കിൽ ഒരു ഡിസ്പോസിബിൾ സംഭവമായി വസ്തുവായി കണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തനിക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നു, അതിനുശേഷം വീണ്ടും ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു വസ്തു പോലെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നു. എല്ലാ പരാതികളിലും ഇതേ മോഡസ് ഓപ്പറാൻഡിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ ആവശ്യപ്പെടുന്നു. ഒരു ജനപ്രതിനിധിയാണ്, അതിനു മുമ്പ് തന്നെ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ ആവശ്യപ്പെടുന്നു, അത് വാങ്ങിച്ചു നൽകുന്നു. അതുപോലെ തന്നെ ഫ്ളാറ്റ് വാങ്ങണമെന്ന് പറയുന്നു. ഇതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും കളം മാറുന്നു, ആ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്യുന്നു, എല്ലാ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നു, മെയിൽ ബ്ലോക്ക് ചെയ്യുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ പെൺകുട്ടിയെ സമീപിക്കുന്നു, അവിടെ ഫ്ളാറ്റ് വാങ്ങാം, അവിടെ ജീവിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘം, ഒരു കേന്ദ്രീകൃത അന്വേഷണ സംഘമുണ്ട്. അതിനുശേഷം ഈ പരാതി നടക്കുന്ന രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് പത്തനംതിട്ടയും പാലക്കാടും, ഈ രണ്ട് മേഖലയിൽ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നു, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുന്നു. ഇപ്പോൾ വൈകി വന്ന ഒരു പ്രേക്ഷകർക്ക് വേണ്ടി ഈ മൂന്നാമത്തെ കേസ് ഏത് രീതിയിലാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതിനൊടുവിലാണല്ലോ കഴിഞ്ഞ ദിവസം 15 മിനിറ്റ് നീണ്ട അതീവ നാടകീയമായ ഓപ്പറേഷന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ കേസിന്റെ അന്വേഷണ സംഘത്തിന്റെ തയ്യാറെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ മൂന്നാമത്തെ കേസിൽ മുഖ്യമന്ത്രിക്ക് മെയിലായി ഒരു പരാതി ലഭിക്കുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം പോലീസ് നടത്തിയത് തെളിവ് ശേഖരണമാണ്. മൊഴിയെടുക്കൽ നടത്തി, അതിനുശേഷം ഈ പെൺകുട്ടി തന്നെ ചില തെളിവുകൾ കൈമാറി. അതിനോടൊപ്പം തന്നെ അന്വേഷണ സംഘവും ചില തെളിവുകൾ ശേഖരിച്ച തരത്തിലേക്ക് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലക്കാരിയാണ് ഈ പരാതിക്കാരി. ഈ പരാതിയും സമാന സ്വഭാവത്തിൽ ലൈംഗിക പീഡന ഗർഭചിത്ര കേസ് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ പരാതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ പരാതി സമാന സ്വഭാവത്തിലാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ പരാതിക്കാരിയെ പെൺകുട്ടി ജീവിത ഒന്ന് നൽകിയത്. രണ്ടാമത്തെ പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ മൂന്നാമത്തെ പരാതി അത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഈ പെൺകുട്ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടു എന്ന് പെൺകുട്ടി പറയുന്നില്ല. പകരം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ പരിചയത്തിലായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയോട് വിവാഹബന്ധം വേർപെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. താൻ വിവാഹം കഴിക്കാമെന്നും അതടക്കം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു, ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചു. ശേഷം ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് അതായത് ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപ് ഈ പെൺകുട്ടിയോടുള്ള ബന്ധം അത് വേർപെടുത്തുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് അതിനു മുൻപ് തന്നെ ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ ഇയാൾ നിർബന്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കാൻ തിരിച്ചെത്തുന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അതടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തെളിവുകൾ അത് പെൺകുട്ടി കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ക്രിസ്റ്റീന, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, വളരെ അപൂർവമായ സംഭവമാണ് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ അറസ്റ്റിലാകുന്നു. ഇതൊരു കേസല്ല, ഒന്നും രണ്ടും കേസല്ല, ഇപ്പോൾ മൂന്നാമത്തെ കേസ് വന്നിരിക്കുന്നു. ഇനി എത്ര കേസുകൾ വരാനിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ എല്ലാ കേസുകളിലും ഒരേ തരത്തിലുള്ള ഓപ്പറേഷൻ, ഒരേ തരത്തിലുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇരകളെ എല്ലാം സമീപിച്ചിരിക്കുന്നത്. റിനു ശ്രീധർ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. റിനു, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ സ്ക്രീനിന്റെ ഒരു വശത്ത് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പത്തനംതിട്ട AR ക്യാമ്പിലാണ് പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറുവശത്ത് നമ്മൾ കാണുന്നത് KPM ഹോട്ടലാണ്. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി അവിടെ പണം എത്തിച്ചു, ഒരു നീലപ്പെട്ടി വന്നു. ഈ മട്ടിലൊക്കെ അന്നും ഇതേ ഹോട്ടലും ഇതേ ഹോട്ടലിലെ ഇടനാഴികളും ഒക്കെ പ്രേക്ഷകർ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും സ്ക്രീനിന്റെ വലതുവശത്ത് നമ്മൾ കാണുന്നത് ഹോട്ടൽ KPM റീജൻസി പാലക്കാടാണ്. അവിടുത്തെ 2002 നമ്പർ റൂമിൽ നിന്നാണ് 15 മിനിറ്റ് നീണ്ട നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ AR ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നത്. റിനുവിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോട്ടൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ഹോട്ടലാണ് KPM ഹോട്ടൽ എന്ന് പറയുന്നത്. ഈ നീലപ്പട്ടി വിവാദം, അതുപോലെ തന്നെ ഇന്നത്തെ അറസ്റ്റ്. രാത്രി 12:30 മണിയോട് കൂടിയാണ് ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിൽ പാലക്കാട് SPയുടെ നിർദ്ദേശപ്രകാരം രാഹുലിന്റെ ഹോട്ടലിലേക്ക് പോലീസ് എത്തുന്നത്. നാടകീയമായിട്ടുള്ളൊരു ഇടപെടൽ. റിസപ്ഷനിസ്റ്റുകളുടെ ഫോണടക്കം പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നു. അതിനുശേഷമാണ് അതായത് ഈ ഹോട്ടലിന്റെ 4 വശവും പോലീസിനെ വിന്യസിച്ചതിന് ശേഷം ഈ രാഹുലിന്റെ റൂമിലേക്ക് എത്തി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആദ്യ 2 പരാതിയിൽ നമുക്കറിയാം കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ
MLA-ക്ക് അതിന്റെ ഒരു ധൈര്യത്തിൽ ആ വിഷയങ്ങളെല്ലാം തന്നെ പൊതുസമൂഹം പോലും മറന്നു തുടങ്ങുന്ന ഒരു സമയത്താണ് പുതിയൊരു പരാതി ലഭിക്കുന്നത്. തിരുവല്ല സ്വദേശിനിയാണ് പരാതിക്കാരി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 2 പരാതിയേക്കാൾ 100 മടങ്ങ് അല്ലെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് ഒരു എഫക്ട് ഈ പരാതിക്കുണ്ട് എന്നുള്ളതാണ്. അത്ര ഗൗരവമുള്ള ഒരു പരാതിയാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം ഈ യുവതി പോലീസിന് പരാതി നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഇമെയിൽ സന്ദേശം വഴി ഈ പരാതി ലഭിച്ചത്. തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 5 മണിയോടുകൂടി പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട AR ക്യാമ്പിലാണ്. ഉച്ചയ്ക്ക് മുന്നോടിയായി മജിസ്ട്രേറ്റിന് തിരുവല്ല മോഡസ് ഓപ്പറാൻഡി നടന്നത് തിരുവല്ലയിലാണ് എന്നുള്ള വിവരം അടക്കം നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവല്ല ജൂറിസ്ഡിക്ഷനിലെ കോടതിയിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. എന്തായാലും വലിയൊരു പ്രതിഷേധം ഇവിടേക്ക് AR ക്യാമ്പിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പോലീസ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രധാനമായും ഈ ഗർഭചിത്രം തന്നെയാണ്, ബലാത്സംഗവും ഗർഭചിത്രവും തന്നെയാണ് പ്രധാനപ്പെട്ട ഈ പരാതിയിൽ പറയുന്ന കേസ്. ഒപ്പം സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളും പരാതിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. എന്തായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് അറസ്റ്റ് അല്ലെങ്കിൽ MLA-യുടെ അറസ്റ്റ് ഔദ്യോഗികമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള പൂങ്കുഴലി അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തും. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് എതിരെ വലിയ രീതിയിലുള്ള ഒരു കുരുക്ക് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാധ്യമങ്ങൾ പോലും ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. അത്തരത്തിൽ ആരെയും അറിയിക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കം നടന്നത് എന്നുള്ളതാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരാതി ലഭിക്കുന്നു, തുടർന്ന് അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. അതിനുശേഷം അതീവ രഹസ്യമായിട്ടുള്ള നീക്കമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഏകദേശം 12:30 ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സാഹചര്യത്തിൽ ഹോട്ടലിൽ അന്വേഷണ സംഘം എത്തുന്നതുവരെ ഒരാൾ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ഒരു രീതിയിലുള്ള പഴുതുകളും അടയ്ക്കുവാൻ കഴിഞ്ഞില്ല, ഒരു രീതിയിലുള്ള നീക്കവും നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ 2 കേസുകളിൽ മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുന്നോട്ട് പോയത്. പക്ഷേ മൂന്നാമത് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പുലരുന്നതേയുള്ളൂ. കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ വരാൻ ഉണ്ട്. എന്തായാലും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാലക്കാട് MLA അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്ന് വേണമെങ്കിലൊക്കെ തന്നെ നമുക്ക് പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ 3ാം പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. ക്രിസ്റ്റിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇനി എത്ര പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വരാനിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.